വിഷ്ണു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു പ്രതിയാണ് നീ. മോഹൻലാൽ കണ്ട് ചിരിച്ചു പോയതാ. ഞാൻ വിളിച്ചു പറയും എങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊരു മോഹൻലാലിനെ പിടിച്ചോണ്ട് വന്നപ്പോ അതിനകത്ത് നിൽക്കണിക്കുന്നോ. ഒന്നുകൂടെ പറയാം. മ്യൂസിക്കും കൂടെ ഇട്ടേച്ചാലും മതി, ബാക്കിയെല്ലാം അങ്ങ് തികഞ്ഞ്. ഒന്നും മിണ്ടാതിരി, ഞാനിതൊന്ന് പറഞ്ഞോട്ട്. സാർ, ജീവിക്കാനുള്ള കൊതി കൊണ്ട് ചോദിക്കുക. ഞാനൊന്ന് മൊത്തം പറഞ്ഞു തീർക്കട്ട്, ഇടക്കിടക്ക് ചിരിക്കാതെ. ഇത് ഇടയ്ക്ക് വെച്ച് ചിരിച്ചു കഴിഞ്ഞാൽ ഈ ഡയലോഗ് മുറിഞ്ഞാ പൊളിയും. ടിറ്റോ സാധനം ഇട്ട് തരുന്നത് കേട്ടോ. സാർ, ജീവിക്കാനുള്ള കൊതി കൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? കൊല്ലണ്ടെന്നുണ്ടായിരുന്നു ഇതുവരെ. നിന്റെ മോഹൻലാൽ കണ്ടപ്പോ ഇപ്പോഴേ തൂക്കി കൊല്ലാൻ തോന്നുന്നു. സാർ, എന്റെ കല്യാണിക്കുട്ടി ജാതകദോഷം കൊണ്ടായിരിക്കും. ഇതൊന്ന് കല്യാണം പൊട്ടിയെന്ന് പറഞ്ഞു. കല്യാണം പൊട്ടിയെന്നല്ല, എന്റെ കല്യാണിക്കുട്ടിയുമായി എനിക്കൊരു 4 മിനിറ്റ് സംസാരിക്കണം. 4 മിനിറ്റ്? ശരി സാർ. വിഷ്ണു, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു പ്രതിയാണ് നീ. വിഷ്ണു, എന്തായിരുന്നു പേര്? വിഷ്ണു. വിഷ്ണു, വിഷ്ണു എന്നെ വിട്ട് പോവാണല്ലേ? നീ എന്റെ തലയിലാവും. കല്യാണിക്കുട്ടി പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട്. വിഷ്ണു ഇനി എന്നാ തിരിച്ചു വരുന്നേ? കല്യാണിക്കുട്ടി, ഞാൻ പോകുന്നത് തൂക്കുമരത്തിലേക്കാണ്, അല്ലാതെ പുനലൂർ തൂക്കുപാലം കാണാനല്ല. ഇടയ്ക്കിടയ്ക്ക് വരാൻ. കല്യാണിക്കുട്ടിക്കറിയോ, എന്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എന്റെ കല്യാണിക്കുട്ടിയുടെ കഴുത്തിൽ ഒരു സ്വർണ്ണ താലി വാങ്ങി കെട്ടിത്തരണമെന്ന്. ആ പാട്ട് സീനിൽ മുതുകത്തിട്ടോണ്ടിയ ആ റിബണ്ട പൈസ ഇതുവരെ കൊടുത്തില്ലല്ലോ. എന്നിട്ടാണ് ചണ്ണ താലി. അത് എന്റെ ഡയലോഗാ. തീർന്നല്ലേ, ഞാൻ ബാക്കി പറഞ്ഞോട്ടെ. കല്യാണിക്കുട്ടി, നമ്മുടെ മകൻ വളർന്നു വലുതാകുമ്പോ അവന്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ ആകാശത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയണം, ആ നിൽക്കുന്ന നക്ഷത്രത്തിന്റെ ഇടയ്ക്ക് ഇതാണ്ടേ ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുന്നതാണ് അവന്റെ അച്ഛൻ. അയ്യോ, ചെറുക്കൻ ചോദിക്കുന്ന ദിവസം മഴയാണെങ്കിൽ പെട്ടുപോലോ. അതെന്ത്? ചെറുക്കന് തന്തയില്ലാന്ന് വിചാരിക്കൂലേ? അതെങ്ങനെ? മഴയത്ത് നക്ഷത്രം ഇല്ലല്ലോ. അയ്യോടോ, അത് കറക്റ്റ് ആണല്ലേ. അപ്പം എന്റെ കല്യാണിക്കുട്ടി ഒരു കാര്യം ചെയ്യണം. 5 രൂപയുടെ ഒരു നക്ഷത്രം മേടിച്ച് കയ്യിൽ വെച്ചിരിക്കണം. ചെറുക്കൻ എപ്പം അച്ഛനെ ചോദിക്കുന്നു അപ്പം ഇത് പൊക്കി കാണിക്കണം. ഇടയ്ക്ക് ചെറിയൊരു ബൾബ് കൂടെ സെറ്റ് ചെയ്തോ, നല്ലതാ. വിഷ്ണു, സമയമായെങ്കിൽ ഇയാളെ വാച്ചെടുത്ത് തല്ലിപ്പൊടിച്ച് കളയണേ. ഇവിടെ മനുഷ്യ മോഹൻലാലിന്റെ ഫിഗർ പിടിക്കാൻ വേണ്ടി നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴാ കെമിയായി മിണ്ടരുതിനി. ഓക്കെ ആണല്ലേ? കല്യാണിക്കുട്ടി, എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. മതി ആഗ്രഹിച്ചത് മതി. ഇങ്ങനെ ആഗ്രഹിച്ചിട്ടാണ് 3 മോതിരം അണ്ണാച്ചെടുത്ത് പണയം വെച്ചേക്കുന്നത്. കല്യാണിക്കുട്ടി എന്നെ പറ്റി എങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? അയ്യോ, കല്യാണിക്കുട്ടിയെ കണ്ട നാൾ മുതൽ എനിക്ക് കല്യാണിക്കുട്ടിയെ വലിയ ഇഷ്ടമായിരുന്നു. നിന്നെ തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ, ദൈവം നമുക്ക് അതിന് അനുവാദം തന്നില്ല. അതുകൊണ്ട് ഞാൻ കല്യാണിക്കുട്ടിയെ ജീപ്പിൽ കെട്ടിക്കൊണ്ട് ആ കള്ളക്കളവൻ പോയാ. ഇവിടെ ഉണ്ടായിരുന്നു. 2 റൗണ്ട് അടിച്ചപ്പോ തിക്കട വിട്ടു. കളവൻ അവിടെ തന്നെ ഉണ്ടല്ലേ. അയ്യോ വിഷ്ണു, എന്തേ പൈപ്പാന്ന് കരുതി ഇവിടെ ഇരുന്ന മുളകെടുത്ത് കടിച്ചു കൊടുത്തു. ഒടുക്കത്തെ ഇക്കള്. നന്നായി. ഒരു കാര്യം ചെയ്യ്, ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇക്കളും ഞാനും കൂടെ അക്കരെ പോയി ഇക്കൾ അവിടെ നിന്ന് ഞാനിഞ്ഞു പോരുന്നു. ഇത് നിർത്താതെ 10 തവണ പറഞ്ഞാൽ മതി. വിഷ്ണു, ഞാനൊരു കമ്മീഷണറാണ്, നിന്റെ കുട്ടിക്കളിക്ക് നിൽക്കാനുള്ള ആളല്ല. എന്നാ പിന്നെ അങ്കിളും വെച്ചോണ്ട് അവിടെ ഇരുന്നോ. കല്യാണിക്കുട്ടി, ഞാൻ അവിടെ ഇരിക്കട്ടെ, നമുക്ക് കാര്യങ്ങൾ പറയാം. കല്യാണിക്കുട്ടി, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കല്യാണിക്കുട്ടി വേറെ കല്യാണം കഴിക്കുമോ? പിന്നില്ലേ? ഇക്കളി ഞാനും അക്കരെ പോയി ഇക്കളിനെ അക്കരെ എടുത്തിട്ട് ഞാനിങ്ങ വന്നു. ഇക്കളി ഞാനും അക്കരെ പോയി ഇക്കളിനെ അക്കരെ എടുത്തിട്ട് ഞാനിങ്ങ വന്നു. എങ്ങനെ ഒന്ന് ഒമ്പം മീശയും പൈപ്പും കടിച്ചു പിടിച്ചോണ്ട് ഇക്കളി ഞാനും അക്കരെ പോയി ഞാനിങ്ങ വന്ന്. കല്യാണിക്കുട്ടി, അങ്ങനെ അവിടെ നിന്ന് പറയും. കല്യാണിക്കുട്ടി പറ. ഇക്കളും ഞാനും അക്കരെ പോയി അക്കരെ നിന്ന് ഇക്കളി ഇങ്ങോട്ട് പിന്നെ വേറെ കിക്കിളിക്കും കിളികിളിക്കും മുത്തരത്തിൽ നമ്മുടെ കാര്യം പറയാൻ. നമ്മുടെ കാര്യം. പിന്നെ വിഷ്ണുവിന്റെ നഗമോ കേക്കാൻ എന്റെ ഡാഡി അമേരിക്കയിൽ നിന്ന് വീണ്ടും വരുന്നുണ്ടെന്നാ പറഞ്ഞേ. അപ്പൊ അങ്ങേർക്ക് ചേനയെ തീരുന്ന ചൊറിച്ചിലല്ല.
അല്ല അത് കേൾക്കപ്പെടാൻ വരണമെങ്കിലേ അല്ല വിഷ്ണുവിന്റെ സംഗീതത്തിൽ ഗുരു ഒന്നുമില്ലേ? സംഗീതത്തിൽ കുരുവുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ കശത്തിൽ 2 അരിമ്പാറയുണ്ട്. ഓ അതാണല്ലേ എപ്പോഴും ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നേ. അതെ 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 അതെ. ഇക്കളും ഞാനും അക്കരെ പോയി ഇക്കളിനെ അക്കരെ നിർത്തിയിട്ട് ഞാനിങ്ങ് വന്നു. ഇതുവരെ തീർന്നില്ലേ? ഈ ഇക്കളിനെ ഇങ്ങനെ കൂടെ അക്കരെ നിർത്തിയിട്ട് നമുക്ക് ഇനി പോരുന്നാ മതിയായിരുന്നു. ഇക്കരെ കൊണ്ടുവന്നതാണ് ഈ വിഷയമായത്. എന്ത് ചെയ്യാനാന്ന് പറഞ്ഞ എന്തോ ചെയ്യാനെന്ന് പറ. പിന്നെ വിഷ്ണു ഇപ്പൊ ഫോട്ടോഗ്രാഫി ഒന്നും ഇല്ലേ? അയ്യോ അയ്യോ ഇപ്പോഴാണ് കറക്റ്റ് ആയത്. കിട്ടിയില്ലേ? കിട്ടി കിട്ടി. അയ്യോ ഫോട്ടോഗ്രാഫി ഇല്ലെന്നോ? എന്ത് ചോദ്യമാണ് കല്യാണിക്കുട്ടി ചോദിക്കുന്നത്? ഇന്നലെയും ഞാൻ എന്റെ ക്യാമറയുമായി നമ്മുടെ ആറ്റിന്റെ തീരത്ത് പോയി. ആരാ അത്? ഞാനാ. ആ എന്റെ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞത് ആറ്റിന്റെ തീരത്തെ കിളികളായിരുന്നു. ചുമ്മാതല്ല ആറ്റിൽ കുളിച്ചോണ്ടിരുന്ന രാജചേച്ചി പറഞ്ഞത്. മഴ ഇല്ലെങ്കിലും മിന്നലും നല്ലോണം അടിക്കുന്നുണ്ടെന്ന്. ഫ്ലാഷ് ഓഫ് ചെയ്തില്ലല്ലേ? എന്റെ പൊന്ന് വിഷ്ണു, ഇതെല്ലാം രാജയുടെ ഭർത്താവ് പറഞ്ഞിട്ട് വിഷ്ണുവിനോട് ചോദിക്കാൻ വന്നാലോ? ഞാനല്ലാന്ന് പറയും. അയാൾ എല്ലാ തെളിവും കൊണ്ടാ വരുന്നെങ്കിലോ? ഇനി മേലെ ആവർത്തിക്കത്തില്ല എന്ന് പറയും. അവിടെ എന്തോരം കാഴ്ചകൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ. എന്തൊക്കെ? ആന കുളിക്കുന്നതുണ്ട്, കൊക്ക് കുളിക്കുന്നതുണ്ട്. എന്റെ കല്യാണിക്കുട്ടി, അങ്ങനെ കുളിസീനൊന്നും ഞാൻ എന്റെ ക്യാമറയിൽ എടുക്കാറില്ല. ഓ പിന്നെ രാജചേച്ചി ചീര നടന്നാണല്ലോ നിങ്ങൾ എടുത്തു വെച്ചത്. ചുമ്മാ ഒരു കൗണ്ടർ പീസ് കരിച്ചതാ. വിഷ്ണു പോകാൻ സമയമായി. കല്യാണിക്കുട്ടി, എനിക്ക് പോകാൻ സമയമായി. എനിക്ക് കല്യാണിക്കുട്ടിയോട് അവസാനമായിട്ട് ഒന്നേ പറയാനുള്ളൂ. നമ്മുടെ മകൻ വളർന്നു വലുതാകുമ്പോ നീ പറഞ്ഞു മനസ്സിലാക്കണം, അവന്റെ അച്ഛൻ ഒരു തരികിടയല്ലായിരുന്നു എന്ന്. നിങ്ങൾ അവന്റെ തന്തയല്ലെന്ന് പറഞ്ഞിരുന്നേ ചിലപ്പോ അവൻ വിശ്വസിച്ചേനെ. തരികിടയല്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ എനിക്ക് തോന്നുന്നില്ലേ. ഒന്നും കൂടി ഇട്ടതാ. കല്യാണിക്കുട്ടി, എനിക്ക് നീ ഒരു കാര്യം കൂടെ പറയാനുള്ളൂ. കല്യാണിക്കുട്ടിയോട് മാത്രം എങ്ങനെ യാത്ര പറയണം എന്ന് എനിക്കറിയില്ല. ഫോർമാലിറ്റി ആണോ? അല്ല, ഇതെന്റെ വിരള. കല്യാണിക്കുട്ടി, നാളെ എനിക്ക് ഓർത്തു വെക്കാൻ ഒരുപാട് സ്വപ്നങ്ങൾ സമ്മാനിച്ച എന്റെ കല്യാണിക്കുട്ടിക്ക് എന്റെ ഒരുപാട് നന്ദി. ചേടാ, നിങ്ങൾ ഇന്ന് തൂക്കിക്കൊല്ലത്തില്ലേ, പിന്നെ നിങ്ങൾ നാളെ എങ്ങനെ ഓർക്കും? ശരി, ഈ പെണ്ണിന്റെ അടുത്ത് എന്തോ പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറ്റും? എന്ത് പറഞ്ഞാലും അതിന് മറുപടിയും പറഞ്ഞോണ്ട് നിൽക്കുകയാണല്ലേ. വിഷ്ണു പോകാൻ സമയമായി. വിളിക്കുന്നു. അപ്പൊ ഞാൻ പോകുന്നു. ബൈ. വിഷ്ണു, വിഷ്ണു പോകല്ലേ. വിഷ്ണു, വിഷ്ണു പോകല്ലേ. വിഷ്ണു പോയാൽ ഞാനും വരും. അത്രക്ക് ഇഷ്ടമാണോ ഈ വിഷ്ണുവിനെ? അയ്യോ അതുകൊണ്ടല്ല, ഞാൻ ഇതുവരെ തൂക്കിക്കൊല്ലുന്ന കണ്ടിട്ടില്ല. അടിപൊളി. വിഷ്ണു കടന്ന് വിളിക്കുന്നു. വിളിച്ചോണ്ടിരിക്കുന്നത് ഒരു രസം. എനിക്കും വേണ്ട ഒരു എന്റർടൈൻമെന്റ്. നിർബന്ധമാണെങ്കിൽ ഇവിടെ വന്ന് ഇയാളെ കൂട്ടിക്കൊണ്ട് പോകും. അയ്യോ, അദ്ദേഹത്തിന് ഇങ്ങോട്ട് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. അദ്ദേഹം രാവിലെ വീട്ടിൽ നിന്ന് ഉടുത്തോണ്ടെന്ന മുണ്ടാണ് ഞാൻ ഈ ഷോളായിട്ടിരിക്കുന്നത്. അതൊരു ശരിയാന്നല്ലേ? എന്നാ പിടിച്ചോ, ഓടിക്കോ. വിഷ്ണു മുണ്ട് മിണ്ടരുത്, മുണ്ട് മിണ്ടരുത്.